എത്ര പുഷപ്പുകൾ ചെയ്യും? 1000 പുഷപ്പ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ബോക്സിംഗ് വീഡിയോകളാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ഞങ്ങളൊരു പുതിയ ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനായ സുരജിത്തും അവിനാശും ചേർന്നുകൊണ്ട് അടുത്ത 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ചലഞ്ച് ആരംഭിക്കുകയാണ്. ദിവസവും 1000 പുഷപ്പുകൾ. ഇത് വെറുമൊരു പുഷപ്പ് ചലഞ്ചല്ല. ഇത് ഞങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനും മാനസികമായി കൂടുതൽ കരുത്തരാകുവാനും ഞങ്ങളുടെ പരിമിതികളെ മറികടക്കാനും വേണ്ടിയുള്ള ഒരു യാത്രയാണ്. പരസ്പരം മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ചലഞ്ച് പൂർത്തിയാക്കും. 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ എത്ര പുഷപ്പുകൾ ചെയ്യും? 1000 പുഷപ്സ്. ഓരോ മാസവും ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അതിൽ ഞങ്ങളുടെ പുരോഗതി, ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ഞങ്ങൾ പിന്തുടരുന്ന ഡയറ്റ്, പുഷപ്പ് എണ്ണം കൂട്ടാനുള്ള ടിപ്പുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തും. നമ്മുടെ ഈ ചലഞ്ച് വെറും ഒരു ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള യാത്ര മാത്രമല്ല, ഇത് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഹൃദയത്തിന് ഒരുപാട് ഭാരം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് 1000 പുഷപ്പുകൾ ചെയ്യാൻ ശ്രമിക്കരുത്. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനം. എല്ലാ ദിവസവും കൃത്യമായി ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്നതാണ് ഹൃദയത്തിന് ഏറ്റവും നല്ലത്. നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഇത് സുരജിത്ത്. നമസ്കാരം, ഞാൻ സുരജിത്ത്. 2017 മുതലാണ് ഞാൻ ഈ ഡ്രാഗൺ വേയിൽ കരാട്ട പ്രാക്ടീസിനായിട്ട് ഇവിടെ. ഇപ്പോൾ ഞാൻ രാകേഷ് മാഷിൻ്റെ പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു ഡെയിലി. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ബോക്സിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും എൻ്റെ വെയിറ്റ് കൃത്യമായി കുറയുകയും ചെയ്തു. ഡെയിലി 1000 പുഷപ്പ് എന്ന വലിയൊരു ചലഞ്ച്, ആ ചലഞ്ച് വെല്ലുവിളിയോടുകൂടി ഏറ്റെടുക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് അവിനാശ് എന്നാണ്. ഞാൻ ഒരു ഫിനാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഈ ഫിനാൻസ് ഫീൽഡിലൂടെ ഉണ്ടായ അമിതമായ സ്ട്രെസ്സ്, ഹൈപ്പർ ടെൻഷൻ എല്ലാം മൂലം ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. അങ്ങനെ ഏറെക്കുറെ നാൾ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞു, ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് പോയി പങ്കെടുക്കൂ, നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ആദ്യം കുറേ നാൾ കളരിപ്പയറ്റ് അങ്ങനെ എന്തെങ്കിലും കുറേ കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യാമെന്നൊക്കെ പോയി. ഒന്നും നടന്നില്ല. അങ്ങനെയൊക്കെയാണ് യാദൃശ്യമായി ഹരിപ്പാട് അമ്പലം വഴിയാണ് ഇങ്ങനെ പോയപ്പോൾ ഡ്രാഗൺ വേ ബോക്സിംഗ് പഠിക്കാം എന്നൊരു പരസ്യം കണ്ടു. അതിന് 3 മാസം മുമ്പ് ആണ് ഞാൻ ഈ ഡ്രാഗൺ വേ വന്ന് ജോയിൻ ചെയ്തത്. 130 കിലോ ആയിരുന്നു എൻ്റെ ബോഡി വെയ്റ്റ്. ഇപ്പോൾ എനിക്ക് 124 കിലോയിലേക്ക് എത്താൻ പറ്റി. ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് എനിക്ക് 6 കിലോ കുറയ്ക്കാൻ പറ്റി. എൻ്റെ ലക്ഷ്യം 20 കിലോ കുറയ്ക്കണം എന്നാണ്. അത് ഈ പുഷപ്പ് ചലഞ്ചിലൂടെ തീർച്ചയായും എനിക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ചലഞ്ച് ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഞങ്ങൾ എത്ര പുഷപ്പുകൾ ചെയ്യുന്നെന്ന് കാണിച്ചു തരാം. നമുക്ക് 100 പുഷപ്പല്ലേ ചെയ്യേണ്ടത്? 100 പുഷപ്പ് ഡെയിലി നമ്മൾ ചെയ്തു തുടങ്ങും. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണോ മുറിച്ചല്ലേ? അതെ, നമുക്ക് 20 പുഷപ്പ് വീതം 5 ടൈപ്പ് ആദ്യം ചെയ്യും. 5 ടൈപ്പ് പുഷപ്പ്, ഒറ്റ സ്ട്രെച്ച് 20 പുഷപ്പ്സ്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് നോർമൽ പുഷപ്പ് ആദ്യം ചെയ്യാം. റെഡി. ഇനി അടുത്ത നമുക്ക് സൈഡ്. ടോട്ടല് 40 പുഷപ്പായി. ഓക്കെ, ഇനി അല്പം നമുക്ക് ബോക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചെയ്താലോ? ഓക്കെ, യെസ്.
അപ്പോൾ ഇനി നമുക്ക് നെക്കൽ പുഷപ്പ്, അത് കഴിഞ്ഞിട്ട് ടൈസൺ പുഷപ്പ്. 4 എണ്ണത്തിലൂടെ 4 ഇനി ഒരെണ്ണമുണ്ട്. ഓക്കെ, ഒരെണ്ണം തിരിച്ചും ചെയ്യും. റിവേഴ്സ് പുഷപ്പ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് തുടങ്ങിയാലോ? ഓക്കെ. ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്തു. ഓക്കെ, ഷോൾഡർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൃദയത്തിന് പെട്ടെന്ന് ഒരുപാട് ആഘാതം കൊടുക്കുന്ന രീതിയിൽ ചെയ്യരുത്. റിലാക്സ് ചെയ്ത് വേണം, വളരെ സമയമെടുത്ത് വേണം ഇത് ചെയ്യുന്നത്. ഞങ്ങൾ 1 വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് 1 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചലഞ്ചിലേക്ക് എത്താനുള്ള കോൺഫിഡൻസ് കിട്ടിയത്. അതുകൊണ്ട് 1 ദിവസം കൊണ്ട് 1000 പുഷപ്പ് എന്നുള്ള രീതിയിലേക്ക് എത്തരുത്. ആദ്യം ടാർഗറ്റ് ചെയ്യുക, ഒരു 100 പുഷപ്പ് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് മുകളിലേക്ക് പോവുക. 1 മാസത്തോളം 100 പുഷപ്പ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അടുത്ത ഒരു ചെറിയ കൗണ്ട് കൂടുക. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയും. ഇനി 2 ടൈപ്പ് പുഷപ്പ് കൂടെ ചെയ്യണം. അടുത്തത് ടൈസൺ പുഷപ്പിലേക്ക് കിടക്കാം. ഇനി ഒരു ടൈപ്പ് പുഷപ്പ് കൂടെ നമുക്ക് അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബോക്സ് കൂടെ ചെയ്തിട്ട് റെഡി. ഇനി ഒരു പുഷപ്പ് നമ്മൾ പറഞ്ഞ പോലെ നെക്കൽ പുഷപ്പ് അടുത്ത് ചെയ്യുക 20 ടൈംസ്. അതോടെ 100 പൂർത്തിയാക്കുന്നു. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. പുഷപ്പ് കൊടുക്കാം. വേണ്ട, നമ്മൾ 1000 ലക്ഷ്യം. 100 വെച്ച് കണ്ടിന്യൂ. എത്ര നാളാ? 30 ഡേയ്സ്. 30 ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത അപ്ഡേഷൻ 300, 200. അതിനുശേഷം 200, പിന്നീട് 300, 400, 500, 600, 700, 800, 900 ആൻഡ് 1000. അങ്ങനെ ഒരു ദിവസം വരും. ചെയ്യാം. നിങ്ങൾക്കും ഈ ചലഞ്ചിൽ പങ്കുചേരാം. നിങ്ങളുടെ പുരോഗതി കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഞങ്ങളുടെ കൂടെ ഈ പുരോഗതിയിൽ ചേരുന്നതിന് നന്ദി. അടുത്ത ആഴ്ച കാണാം.